അലീന നീ ഹായ് പറയും. ഇന്നതാ പുറത്തേക്ക് കിടക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പോണ്ടിട്ട് പോകും. അവിടെ നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വാവ്. ഞങ്ങളിവിടെ നിന്ന് റെൻ്റൽ കാർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർ എടുത്തിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയാൽ നമ്മുടെ വണ്ടി നീ റെഡിയാണോ? നല്ല കളർ, നമ്മൾ കാണാത്ത കളറാണ്. ആരോ ഓടിക്കണേ? ഫോൾസ് തന്നെ. ഞങ്ങൾ പോണ വഴിക്ക് ഇവിടുത്തെ ഒരു സ്കൂൾ കണ്ടത് കേട്ടോ. ഇപ്പൊ അവിടെ പിള്ളേർ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. വലിയ സ്കൂളാണ്. അവിടെ നോക്കിക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ കണ്ട അപ്പൊ അത് പോകുമ്പോ വണ്ടി എന്ത് ചെയ്യും? പോണണ്ട. അത് വലിയ ഓട്ടോറിക്ഷയാണ്. ഇത് നമ്മള് ലിസ്ബൺ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റി കേട്ടാ. ഇവിടെ കുറെ ഓട്ടോറിക്ഷകൾ നോക്കിക്കേ നിരയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓട്ടോറിക്ഷേനേക്കാളും വലിപ്പമുണ്ട് കേട്ടാ. അതേ പോഷായിട്ടുള്ളതിൻ്റെ സ്റ്റൈലായിട്ടുള്ളതിൻ്റെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തേക്ക് ഇറക്കല്ലേ. പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ അതിന്. സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. പട്ടികളില്ലേ? പണ്ടത്തെ റോഡാ. കുതിരയ്ക്ക് ഓടിക്കാൻ നടക്കാനാ. എന്താ റെയിലിട്ടാണ്? എന്തിനാ? ട്രെയിൻ പോവാനാ? കണ്ടില്ല ട്രെയിൻ പോകുന്നത്. ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടില്ല. കണ്ടതാട്ടോ. ഇവിടെ പിന്നെ കൊറേ ചർച്ചകളുണ്ടല്ലോ. അതാണ് toward Rua de São Vicente, then continue straight onto Calcata de São Vicente. Your route avoids a road closure on Rua dos Remedios. You're on the fastest route. You will arrive at 12:18 p.m. അയ്യോ പിടിക്കാനില്ല. നിങ്ങൾ ചിലപ്പോ ഇറങ്ങിയിട്ട് ഉന്തണ്ട ആവശ്യം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ വണ്ടികൾ കുറേ ഉണ്ട് ഇവിടെ. ഇതേപോലെ ഓട്ടോറിക്ഷ പോലെ ഇങ്ങനെ കെട്ടിയിട്ടേ ചെയ്തു പയ്യ. ഇത് നമ്മളിവിടെ അതാ നടക്കണ വഴിക്ക് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നത് കണ്ടാട്ടോ. കുറേ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് അപ്പുറത്ത് നോക്കിക്ക് ഞാൻ ആദ്യമായിട്ടാ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നത് കാണുന്നത്. കാരണം നമുക്കവിടെ ന്യൂയോർക്കിൽ നമുക്ക് അങ്ങനെ ഓറഞ്ച് ഉണ്ടാവില്ല. അവിടെ ഫ്ലോറിഡയിൽ ഉണ്ടാവുന്നത്. അവിടെ വേറെ മരം എന്താ നോക്കിക്ക്.
വേണ്ടത് എന്തോരം ഇപ്പം സീസണാന്ന് തോന്നുന്നു കേട്ടോ. എന്തോരം ഉണ്ട് കിടക്കുന്നത്. അയ്യോ കണ്ടിട്ട് കൊതിയാണ്. അത് നല്ല പഴുത്ത് കിടക്കണം. ഇത് ഞങ്ങളിവിടെ ലിസ്ബണിൽ നമ്മളിവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നിട്ട് കാണാനുണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ ആയിരുന്നാലും നോക്കിക്ക് കണ്ടമാനം ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെ റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് വാഴയെല്ലാം തോന്നുന്നു. വാഴയുടെ പോലെ എന്തോ സാധനം വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. അത് മെക്ക ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന നോക്കി. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിലേക്ക് നടന്നു പോകണ്ടിട്ട്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ പഴയ ബിൽഡിങ്ങുകളാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം വലിയ തിരക്കൊന്നുമില്ലെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസം. ഇവിടെ കുറേ ടൈലിൻ്റെ വർക്കുകൾ കാണാനുണ്ട് കേട്ടോ. അതാ നോക്കിക്കേ. അത് ഇവിടുത്തെ ഫേമസ് ആണെന്ന് തോന്നുന്നു. കണ്ട ഇതൊക്കെ ടൈലാട്ടോ. നമ്മൾ വരുന്ന വഴി കുറേ സ്ഥലത്ത് അങ്ങനെ കണ്ടിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡൗൺ ടൗൺ പോലത്തെ സ്ഥലമാണെന്ന് കേട്ടോ. കാരണം ഇതൊക്കെ നോക്കിക്കേ പഴയ ടൈപ്പ് പണികളാണ്. ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേയൊക്കെ ഇങ്ങനെ നാശമായി തുടങ്ങിയിട്ടുണ്ട്. ബിൽഡിങ്ങിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ന്യൂയോർക്കിലെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര ഇതാണല്ലോ, ഒരു പുതിയ മോഡൽ പോലെയൊക്കെയാണല്ലോ. ഇത് പഴയ മോഡലാണ്. ഇതൊക്കെ മൊത്തം ഇത് വിരിച്ചേക്കാം, കരിങ്കല്ല് വിരിച്ചേക്കുന്നുണ്ട് കാണുന്നത്. ഇവിടെ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു. കുറേ അവിടെ തൊപ്പി ഉണ്ടല്ലോ. 20 minutes. Okay. Sintra. Sintra we're going. Sintra we're going. Porto, Coimbra, Algarve. Algarve. Yeah. Lagos. ഇവിടെ ഇതേപോലത്തെ പല ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കൂടുതലും ടൂറിസ്റ്റുകളായിട്ട് അതൊക്കെ യൂസ് ചെയ്യണേ. ഇത് വേറൊരു പള്ളിയാട്ടാ. ഇവിടെ എവിടെ നോക്കിയാലും പള്ളികളാട്ടാ. അത് പഴയ മോഡൽ പള്ളിയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കാണുന്നതാട്ടാ. ഇപ്പം തന്നെ നമ്മളിവിടെ 2 ഇതേപോലത്തെ വലിയ പള്ളിയുണ്ട്. ഈ പള്ളിക്ക് എനിക്ക് തോന്നുന്നു ഈ വേറെ എൻട്രൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ മണിയൊക്കെ നോക്കി പണ്ട് കാലത്ത് പണ്ടേണ്ട ഈ ഓട്ടോറിക്ഷകളുണ്ടല്ലോ ഇവിടെ. അതെ കുറേ മോഡലുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ തൊപ്പി ഞാൻ വാങ്ങിച്ചത് $6 കേട്ടോ. പക്ഷെ വില കുറച്ച് വെച്ചാൽ അതിൽ കിട്ടിയാണ്. എനിക്ക് നമുക്ക് ന്യൂയോർക്കിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് വില കുറവുണ്ട്. $6 എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ വില കൂടുതലില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് വരുന്ന വഴിയാണെന്ന് അറിയില്ലേ. അപ്പോൾ ഹോട്ടലിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളേ. ഒരു ദിവസം നമ്മൾ ഹോട്ടലിലാണ് താമസിക്കുക. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ പിന്നെ വേറെ വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ താമസിക്കുക. ഹോട്ടൽ നമ്മളിവിടെ അടുത്ത് തന്നെ എടുത്ത്. അവിടെ നിന്നൊക്കെ ആൾക്കാർ നടന്നു നോക്കിക്കുക. ഭയങ്കര റോഡാട്ടാ. കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് എന്ന റോഡുകൾ ഇവിടെ. ഉണ്ടോ അലീന? കോഫി ഉണ്ട്. വണ്ടിയിൽ പോയിരിക്കാം. നമുക്ക് പോവാം. What if you just brought the car here? With the whole thing's one ways. Sintra's 47 minutes away, by the way. Sintra's 47 minutes away. ടൈലുകൾ കണ്ടില്ലേ? ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സ്ഥലത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ടൈലുകൾ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ആകെ മുറിഞ്ഞാടുക. നല്ല ഭംഗിയുണ്ട്. പക്ഷെ കാണാൻ രസമുണ്ട്. ഒരു ഈ മറ്റേ ഇതൊക്കെ ചെയ്തേക്കുന്നുണ്ടല്ലേ ബാൽക്കണിയൊക്കെ. മുകളിലൊക്കെ നോക്കി ബാൽക്കണിയൊക്കെ ചെയ്ത് ഒരു ആൻറ്റിക് ലുക്കാണ്. പക്ഷെ ആ ടൈല് നല്ല സൂപ്പറായിട്ട്. അത് ചില സ്ഥലത്ത് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ടൈല്. എവിടെയൊക്കെയാണ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഈ റോഡുകളൊക്കെ ഇങ്ങനെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പക്ഷെ എന്നാലും ഒരു പ്രത്യേക രസമാണ്. എന്ത് ഇറക്കാന്നറിയോ ഇത്? നമ്മൾ എന്തോരം കയറ്റി ഇറക്കാണ്. നീയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യണേ കേട്ടോ. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ റോഡുകൾ. ഇവിടേക്ക് ഇങ്ങനെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്
പറ്റിയ നല്ല സ്ഥലം. അത് എവിടെ നോക്കിക്കാ ഞാനാ പറഞ്ഞ ടൈലോട്ട് ചെയ്യാനുണ്ട് ടൈലോട്ട് ചെയ്യുന്നത്. ചില സ്ഥലത്ത് ഇവിടേക്ക് ഉണ്ട്. അതൊക്കെ ചില സ്ഥലത്ത് കാണില്ല. വണ്ടി പിടിച്ചു നീ എല്ലാവർക്കും നിർത്തി കൊടുക്കണുണ്ട്. ഇവിടെ സാധാരണ ആൾക്കാർ അങ്ങനെ, ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ നിർത്തില്ല എന്ന് തോന്നുന്നു. കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലേന്ന് തോന്നുന്നു. നീ നിർത്തി കൊടുക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ ഓട്ടോറിക്ഷകളുണ്ട് ഇവിടെ കുറെ. ഇത് പിന്നെ സിറ്റി ആയതുകൊണ്ട് തന്നെ നിറച്ചും ടൂറിസ്റ്റുകളാണ്. ബിൽഡിങ്ങുകൾ ഒരു രക്ഷയില്ലടാ. നോക്കി ഏറ്റവും കൂടുതൽ അവിടെ ഒരു മല നിൽക്കുന്നുണ്ട്. അവിടേക്ക് ബിൽഡിങ്ങുകളുണ്ട്. ഇതിങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള മരങ്ങളും ഉണ്ട്. പക്ഷെ ചില സ്ഥലത്തേക്ക് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്കാൻ നമ്മൾ നോക്കിയപ്പോൾ ചില സ്ഥലത്തേക്ക് മരത്തിന്റെ ഇലയുടെ കളറുകൾ തണുപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ന്യൂയോർക്കിൽ മാറില്ല, അതേപോലെ മാറിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇവിടെ ചിലതിന്റെ ഇല അങ്ങനെ കളറ് മാറുന്നില്ല. എനിക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലത് മാറിയിരിക്കും. സാധാരണ ക്രിസ്മസ് ട്രീയുടെ പോലെ നിൽക്കുന്ന അങ്ങനത്തെ മരങ്ങളൊക്കെ സാധാരണ മാറാത്തത്. വേണ്ട, ഇത് വേറെ വഴി. ഇത് വഴികളൊക്കെ കണ്ടുപിടിച്ച് പോവാൻ കുറച്ച് പാടാട്ടെ. ഞങ്ങൾ പിന്നെ എവിടെ പോകുമ്പോൾ ഇപ്പൊ ഇങ്ങനെ റെന്റൽ കാർ എടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോവാലോ. ഇവിടെ പെണ്ണുങ്ങളും ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് കേട്ടോ. അവര് സ്റ്റൈലായിട്ട് ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചു പോകുന്നുണ്ട്. I think I'm the one in the pink. ഇതൊക്കെ ഇത് മുസ്ലിം സ്കൂളാന്ന് തോന്നുന്നു. പിള്ളേര് പറഞ്ഞിട്ടുണ്ട്. Wearing a uniform of some sort. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന കേട്ടോ. അതേടെ ഡ്രസ്സുകളൊക്കെ തിരിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും നല്ല ക്ലീനിൽ കിടക്കണുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ട്രാഷും കുപ്പികളും ഗ്ലാസ്സുകളും ഒന്നും എങ്ങും കിടക്കണില്ല കേട്ടോ. ഒന്നും കിടക്കണില്ല. നല്ല ഭംഗിയില്ല. സിഗരറ്റ് വലിച്ചെറിയുന്നുണ്ട്. സിഗരറ്റ് വലിച്ചെറിയുന്നത് നീയെ കണ്ടുവന്ന്. പക്ഷെ ക്ലീൻ അല്ലേ? പക്ഷെ നമ്മുടെ കേരളം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ട്രാഷ് ഇടുന്നത് ഭയങ്കര ഇതല്ലേ. ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ കാണണം. ഈ മരത്തിന്റെ ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അയ്യോ, അവിടെ ബാൽക്കണിയിൽ നല്ല ഭംഗിയുള്ള ആൾക്കാർ പൂക്കൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് പിടിപ്പിച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇത് സിറ്റി ആയതുകൊണ്ടായിട്ട് ഇങ്ങനെ കാണുന്നത്. കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആട് കടന്നു കഴിയുമ്പോൾ ചിലപ്പോ ഇത്രയ്ക്ക് ഇങ്ങനെ വലിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. Signals? They have signals. Very few. Very, very few. സിഗ്നൽ കുറവ്. ഭയങ്കര കുറവാണ്. അങ്ങനെ പറഞ്ഞാൽ കണ്ടിട്ടില്ല. നീയാണല്ലോ ഡ്രൈവ് ചെയ്യണേ. നീ പറയുന്നത് ഇവിടെ സിഗ്നലുകൾ കുറവാണ്. ഞാൻ അത് നോക്കണുണ്ടായിരുന്നില്ല. ഓ, നീനയാണ് പറഞ്ഞത്. ഓക്കെ സോറി. നമ്മുടെ നീന ചേച്ചിയാണ് പറഞ്ഞത് സിഗ്നലുകൾ കുറവാണ്. അപ്പൊ നീയെ പറയുന്നത് ശരിയാണ്, സിഗ്നലുകൾ വളരെ കുറവാണ്. അതൊരു വലിയൊരു ക്രെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള സ്ഥലം തോന്നുന്നുണ്ട്. അത്ര ഭംഗിയില്ല. മോഡേൺ വന്നപ്പോൾ ഭംഗിയില്ല. ഇത് നമ്മളിവിടെ റൗണ്ടിൽ എത്തിയ കട. ഞാൻ പറയാം നമ്മുടെ തൃശ്ശൂർ റൗണ്ടാണ്. നല്ല ഭംഗിയുള്ള സ്റ്റാച്യൂനൊക്കെ വെച്ചിട്ടുണ്ട്. സൺലൈറ്റ് ക്രിസ്മസിന്റെ കുറെ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് വരുന്നുണ്ട് തോന്നിട്ട്. എവിടെ ഫ്ലൈറ്റ് പോണ? അതവിടെ ഫ്ലൈറ്റ് കൊണ്ട്. നമ്മുടെ എയർപോർട്ട് തന്നെ ഇരിക്കല്ലേ. ഇവിടെ എന്തോ കാർണിവലായിട്ട് നടക്കണ്ടല്ലോ. യന്ത്രകുഞ്ഞാലി ഇരിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഈ റോഡിൽ നിൽക്കുന്ന കേട്ടോ. നല്ല രസം കേട്ടോ. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഫുള്ള് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് വിരിയോന്നും എനിക്കറിയില്ല. അത് അത്ര വിരിയുള്ളൂ തോന്നി. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്രയ്ക്ക് സൂം ചെയ്യാൻ പറ്റില്ല. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ചെറിയ കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ. സിറ്റിയിൽ നിന്ന് അങ്ങോട്ടേക്ക് കിടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുറത്തേക്ക്. ഇവിടെ നല്ല കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. അറിഞ്ഞു അത് ഞങ്ങള് ഷോപ്പ് കയറിയതല്ലേ.
ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുക്കാട്ടോ. അതാ മധുരണ്ടോ? മധുരണ്ടോ? ടേസ്റ്റ് ഈ ഓറഞ്ച് ജ്യൂസ് ഇട്ടുന്നുണ്ട്. ഇതിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് നമ്മുടെ പേഴ്സിമൺ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടല്ലോ, ആ ഫ്രൂട്ടാണ്. അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഇത് വലിയ ടൈപ്പ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ കളർ ഇത് തന്നെ കേട്ടോ. അവിടെ നല്ല സൺലൈറ്റ് വരുന്നുണ്ട്. 2 കളർ വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ട് കേട്ടോ. ഈ കളർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് സാധാരണ നമ്മൾ കാണുന്ന കളർ. സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെസ്റ്റൽ ഡിനാറ്റ. എനിക്ക് അതിൻ്റെ പേരല്ലായിരുന്നു ഇവർ പറഞ്ഞത് മനസ്സിലായത്. ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ അവിടെ വേറെ സാധനം വാങ്ങാണ്ടല്ലോ ഇങ്ങനത്തെ സാധനം. ഇത് നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടേക്ക് പോണ വഴിക്കൊക്കെ ആയിരുന്നല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആ പേഴ്സിമൺ 2 മറ്റേ റെഡ് കളർ ഉണ്ടായിരുന്നു, 2 ഞാൻ തന്നെ കഴിച്ചു. ഉണ്ടല്ലോ നമ്മൾ ലിസ്ബണിന്ന് നമ്മൾ സിൻഡ്ര എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നല്ല രസമുണ്ട്. നമ്മൾ കുറേ കയറ്റം, വലിയ കയറ്റങ്ങളാണ്. പക്ഷെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അധികം സ്ഥലമില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വീടുകളുണ്ട്. ഇതല്ല കേട്ടോ ശരിക്കും കാഴ്ച, കുറേ ഉണ്ട് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഇവിടെയും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം ആൾക്കാരുടെ വീടുകളാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങോട്ടേക്ക് നോക്കിക്കേ, അവിടെ നോക്കിക്കേ, അവിടെയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഭയങ്കര വില കൂടിയ വീടുകളൊക്കെ ആയിരിക്കും, അറിയില്ല. എന്നിട്ട് ഈ ഓരോ വീടുകൾക്ക് ഉണ്ടല്ലോ, നേരത്തെ ഞാനൊരു വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോഴുണ്ടല്ലോ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ കയറ്റാർക്കൊക്കെ ആയിട്ട് ഒരു ജാതി ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇത് പക്ഷെ അത്ര രസമില്ല കേട്ടോ. വേറെ ഒരെണ്ണം കണ്ടപ്പോൾ എൻ്റെ അമ്മ അവിടെ ഒരു പൂ നിൽക്കുന്ന നോക്കിക്കേ, നല്ല രസമല്ലേ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് രസമല്ലേ ആ പൂ കാണാൻ വേണ്ടി. നമ്മുടെ തുളുപ്പിൻ്റെ ഒക്കെ പോലെ തന്നെ, പക്ഷെ തുളുപ്പല്ല, അത് വേറെ എന്താണ്. അതിന് ചെറിയ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് ഏതാണ്ട് കായൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേണ്ടത് കാണാനുണ്ട് അവിടെ. അതൊക്കെ നല്ല ഭംഗിയിട്ട് അവിടെ കട്ടൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ഭംഗി വരുന്നില്ല കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി ഇവണ് അല്ലെങ്കിൽ വീടിൻ്റെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടേക്കുന്നതായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഭയങ്കര ഫേമസ് സ്ഥലം കേട്ടോ അത്. ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത് ആൾക്കാരുടെ വീടാണ്. നമ്മളതിന് ഉള്ളിൽ നോക്കണ്ടാണ്ട് പറഞ്ഞു അതാ നോക്കിക്കേ. അതിൻ്റെ ഉള്ളിലേക്ക് വഴികൾ നോക്കി നോക്കിക്കേ. അത് താഴെയാണ് വീട്. ഇത് രസമെന്ന് പറയാം. എൻ്റെ ഉള്ളിൽ ആൾക്കാർ സൗണ്ടൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അയ്യോ അത് ഭയങ്കര ഇങ്ങനെ കുറേ ഇറക്കൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നീ അവിടെ ഒരാളെ കണ്ടിട്ട് അവിടെ അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നു, ഇവിടെ എന്തൊക്കെയോ ഉള്ളതെന്ന്. ഒരു ലേഡി അവിടെ നിന്നിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഇത് കണ്ട, ഇത് നമ്മൾ ഭയങ്കര ഹൈറ്റിലേക്ക് വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം. എല്ലാ വീടിൻ്റെ മുമ്പിലും കുറേ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ വന്നിട്ട് കാണുന്നത്. ഈ താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുറേ ഉണ്ട്. അവിടെ നോക്കിക്കേ, എവിടെ നോക്കിയാലും പ്രത്യേകം ഭംഗിയാണ്. നോക്കിക്കേ, ഓരോരോ വീടുകൾക്ക് ഇങ്ങനെ ഗേറ്റുകൾ വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എന്താണ് ഒരു വീടുണ്ട് കേട്ടോ. അവിടെ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള പഴങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കിക്കേ, എന്ത് രസമല്ല. അങ്ങോട്ടേക്ക് നോക്കിക്കേ. പക്ഷെ ഇവിടെ മുകളിലത്തെ വീടുകൾ കാണാനാണ് ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക രസം. നമ്മുടെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റത്തില്ല, പ്രൈവറ്റ് വണ്ടികൾക്ക് കയറ്റുള്ളൂ. അവിടെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് താണു പോയിട്ടാ. ആ സാധനം പിന്നെ താനെ പൊന്തി വന്നിട്ടാ.
അവിടെ വീട്ടിലൊരു പൂച്ചയുണ്ട് കേട്ടോ. പൂച്ചയ്ക്ക് അവനിങ്ങോട്ട് കിടക്കാൻ പറ്റില്ലേ? അയ്യോ, നമ്മുടെ ചിമ്പട്ടൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. അങ്ങനെ നമുക്കൊരു പൂച്ചേനെ കിട്ടി. എന്തൊരു സ്നേഹം നോക്കിക്കാൻ ചക്കട്. ബോഗിയൻ വില്ല നിൽക്കുന്നുണ്ട് കേട്ടാ. ഇതേ ഇവിടെ ബോഗിയൻ വില്ല നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വലിയൊരു കാസിനോ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടികൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിടില്ല. ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് കിട്ടുമെന്ന് പറഞ്ഞേ, ഒരു ബസ് കിട്ടുമെന്ന് പറഞ്ഞേ. ആ ബസ്സിലാണ്, ഇവിടെയൊന്നുമല്ല, കുറച്ച് മുകളിൽ കയറി പോയി. അത് ഏറ്റവും മുകളിലാണ്. അതാരാ അന്നത്തെ കാലത്ത് അവിടെ ആ കാസിനോ കൊണ്ടുപോയി ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുള്ളത്. അത് നോക്കിക്കേ, കാണിക്കാൻ ഇവിടെ നോക്കുമ്പോൾ ആ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ കണ്ട ഭയങ്കര ഹൈറ്റത്. ബസ് എങ്ങനെ കയറി പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയിട്ട് അത് കാണാമെന്ന് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടേക്ക് ഭയങ്കര സൈലൻ്റ്, ആൾക്കാരൊന്നും കാണണമെന്നില്ല. അവരവിടെ പൂച്ചേനെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പൂച്ചേനെ കണ്ടാൽ പിന്നെ അവിടെ നിൽക്കും. വേഗം വാ. അപ്പോൾ ഇതാട്ടോ സ്ഥലത്തിൻ്റെ പേര് കണ്ട, സിൻഡ്ര. ഈ ബസ് വരുമെന്ന് പറഞ്ഞത്. ബസ് സ്റ്റോപ്പ് എവിടെയാണ് നമ്മൾ നോക്കണത്. നമ്മൾ അവിടെ നിന്നിട്ട് ഏറ്റവും മുകളിൽ കണ്ടില്ലേ, അവിടെ നമ്മൾ എത്തിയിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് വേറെ നമ്മളൊരു ടാക്സി, ഒരു വണ്ടി അവിടെ നിന്ന് വിളിച്ച്, കാരണം നമ്മൾ വണ്ടിയൊന്നും കയറ്റി വിട്ടില്ല. അവിടെ നിന്ന് വിളിച്ച് നമ്മൾ ഇതിൻ്റെ അടിയിലെത്തി. അടിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് കയറി പോരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷട്ടിലടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നടന്നു 30 മിനിറ്റ് നടന്നിട്ടോ. എന്നിട്ടാണ് നമ്മളത് ഈ കാസലിലെത്തിയേക്കുന്നത്. കാസലിലെന്ന് വെച്ചാൽ വലിയ കൊട്ടാരം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. ഇത് ഇവിടേക്ക് നോക്കിയത് നോക്കിയത് ഇങ്ങനെ കുറേ നമ്മൾ 30 മിനിറ്റ് നടന്നല്ല, നടക്കുന്ന വഴികളിലൊക്കെ ഈ കരിങ്കല്ല് പാവിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്ക് ഇതെങ്ങനെ പണ്ടെടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് മാത്രമല്ലേ ഇത് കാണുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കാണണം. എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്, കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണ് ചത്തുപോറായിട്ടുണ്ട്. ഭയങ്കര ഇതായിട്ടത്. രണ്ടമാനം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അവിടേക്ക് നോക്കിക്ക് ഇതൊക്കെ കരിങ്കല്ലൊക്കെ തീർത്തൊക്കെ ഇട്ടിട്ടൊക്കെ പണിതേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നോക്കിക്ക് അവിടെയാണ് നമ്മൾ താഴത്തേക്ക് കാണുന്ന സ്ഥലം. അത് ഭയങ്കര അടിയിലാട്ടാ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കട്ടെ എങ്ങനെയാണ്. എൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നടന്ന് അവിടേക്ക് ആൾക്കാർ നടക്കുന്നുണ്ട്. കണ്ട നടന്ന് അതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്ക് ഇത് ഭയങ്കര ഹൈറ്റാട്ടോ. ഭയങ്കര ഹൈറ്റിലെ ബിൽഡിങ് ഇരിക്കുന്നത്. കാരണം ഇത് എനിക്കാണ് പോർച്ചുഗലിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ സാധനം നിൽക്കുന്നത്.
also get me a bowl. മറ്റേത് മഞ്ഞളുണ്ടല്ലോ. Wi-Fi is probably on here. It's Fatima 12 here. Fatima. Okay, thanks. എല്ലാം റെഡിയായാ? Yes. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം നേരം വെളുത്തു. ഇന്ന് ഞങ്ങൾ ഹോട്ടലിലായിരുന്നു. ഇനി ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫാത്തിമ മാതാവിൻ്റെ പള്ളിയുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള ദിവസത്തേക്ക് നമ്മൾ വീടാണ് എടുത്തേക്കുന്നത്. അത് ഇവിടെ നിന്ന് നമുക്കൊരു 2 മണിക്കൂർ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാണ്. ഇപ്പോൾ രാവിലെ നേരം കേട്ടോ. രാവിലെ ഇപ്പോൾ ഇവിടെ ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സർട്ടൻ ജാക്കറ്റ് ഇട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രാവിലെ ഇപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ. റെഡി? You can't smell it? Wait, you can't smell it? Can I please have some perfume? എല്ലാവർക്കും പെർഫ്യൂം വെച്ച് കൊടുക്കുന്നുണ്ട്. Mummy? ഓക്കെ, I read the... അമ്മയ്ക്ക് Papi, ¿qué vende? Perfume. Nacho. Acha. ഓക്കെ. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെയുള്ള ബാൽക്കണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണല്ലോ വന്നത്. ഇപ്പോൾ ഞങ്ങൾ പോണ നേരത്തിന് ജസ്റ്റ് ബാൽക്കണി തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ. Check the beds. ഇവിടെ എനിക്ക് തോന്നണേ ഇതാ നോക്കി ഫാത്തിമ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതാ എവിടെയായിട്ടാ പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ ഹോട്ടലുകളുണ്ട് കേട്ടോ. റെഡി. Yeah, open the... ഞങ്ങൾ പള്ളിയുടെ അവിടെ എത്തിയിട്ടാ. ഉള്ളിലേക്ക് കയറിയിട്ടില്ലേ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നത് നല്ല ഭംഗിയാണ്. മാവല്ല കേട്ടോ, അത് മാവ് പോലെ ഇരിക്കണേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫാത്തിമ മാതാവിൻ്റെ പള്ളി. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുർബാന നടക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മാതാവ് അവിടേക്ക് എല്ലാവരും പോകുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു അവിടെയും തോന്നുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം എവിടെയാന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ, നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ. എല്ലാം നമ്മൾ നോക്കണുള്ളൂ. ഒരുപാട് ഏരിയയും സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അത് അപ്പോൾ അവിടെ ചുറ്റോറും ഇങ്ങനെ കുറേ ഇങ്ങനെ കാണാൻ ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ല, പിള്ളേർ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടേക്ക് നോക്കണുണ്ട്. നീ അവിടെ അപ്പുറത്ത് പോയി. പോൾസേട്ടന് അവിടെയാണ് കൂടുതൽ ആൾക്കാർ പോണേ. അവിടെ എന്താണെന്നറിയില്ല, അവിടേക്ക് പോണത്. പോൾസേട്ടൻ അങ്ങോട്ട് പോയി.
ഇതാ നീ അവിടെ പോയി ഇരിക്കുന്നു. ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവർക്കാന്ന് തോന്നും കേട്ടോ. പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ വേറെ ലാംഗ്വേജിലാണ്, നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നെ പിള്ളേർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നുള്ള പറയുന്നത്. എനിക്ക് തോന്നുന്നു പിള്ളേരാന്ന് തോന്നും കേട്ടോ. അങ്ങനെ പൂച്ചയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോട്ടെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എൻ്റെ ഈ ഡ്രസ്സിനുണ്ടല്ലോ ഭയങ്കര കനം കുറവാണ്, നല്ല തണുപ്പ്. പിന്നെ രാവിലെ നേരമുള്ള Alina. I think to look at the menu over there. Uno cachorro con filante. Che secondo me. Una hamburger. Sì. Hamburger. Poco. Okay. Croissant butter. The croissant. Correct? താങ്ക് യു. Hamburger. ഇനി വരണ്ട്. This is mine? No. Is that cheese? It's cheese. This is cheese. Coconut song. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ റെസ്റ്റോറൻറ്റിൽ വന്നേക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാട്ടെ. ഇവിടുത്തെ വഴികളൊക്കെ നോക്കിക്ക്, ഇതേപോലത്തെ വഴികളാണ് ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളും എനിക്കാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇതൊക്കെ നോക്കി, ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡായിട്ടത്. ഇതേപോലെ എല്ലായിടത്തും ഇത് കരിങ്കല്ല് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ഒക്കെ കുറവായിരിക്കും ഇവിടെ. വ്യൂ കാണാൻ വേണ്ടിയിട്ട് Oh, it's already pickled. ഒലീവ് കേട്ടോ, ഒലീവ്. നമ്മളിവിടെ ഒരു ഫാമേഴ്സ് മാർക്കറ്റിൽ വന്നേക്കുന്നതാണ്. ഇത് ഇവരുടെ ഇവിടെ തന്നെ ഉണ്ടാവണത് തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണത് തന്നെ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നത് കേട്ടോ. Nombre, nom. ഇത് നമ്മുടെ ഈ കുണ്ടിക്കുമ്പളങ്ങി ഉണ്ടല്ലോ, അതിൻ്റെ അതാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ പല കളറുകൾ കാണുന്നുണ്ട് ഇവിടെ.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാട്ടെ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്.